ഹലോ എവ്രിവൺ, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഹെൽത്തി ഹെയർ ടിപ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഹെയറിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്തിൽ നിന്നുമാണ്? ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും, അല്ലെങ്കിൽ കൂടുതൽ പൊല്യൂഷനിൽ നിന്നും, അല്ലെങ്കിൽ എന്താ പറയുക ഓവർ ഹീറ്റിൽ നിന്നും ഒക്കെയാണ്. കാര്യം എന്തുകൊണ്ടാണ്? കൂടുതൽ ഡയറക്റ്റ് സൺ എക്സ്പോഷർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ടും ഡ്രൈ ആക്കും, അല്ലെങ്കിൽ ഫ്രിസി ആക്കും. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ അപ്പം സൺലൈറ്റിൽ പോണ്ടി വന്നു കഴിഞ്ഞാൽ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഫീമെയിൽസ് ആണെങ്കിൽ സ്കാർഫ് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത് വരുന്നത്, നമ്മൾ തലമുടി വെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വെറ്റ് ഹെയറിൽ തന്നെ ഒരിക്കലും മുടി കോംബ് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴൊക്കെ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ മാക്സിമം കണ്ടീഷണറും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സെയിം ലൈൻ ഓഫ് ഷാംപൂസ് ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരിക്കലും സ്കാൽപ്പിൽ പോയി അപ്ലൈ ചെയ്യാൻ പാടില്ല. എപ്പോഴും സ്കാൽപ്പിൽ നിന്നും ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഹെയറിന് നല്ലൊരു മോയ്സ്ചറിങ് എഫക്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽസ് ആണെങ്കിൽ തന്നെ മുടി ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കെട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ചിലർ വന്നിട്ട് നമ്മളോട് ചോദിക്കലുണ്ട് മുടി കോംബ് ചെയ്യുന്നതിനെ കുറിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൺകുട്ടികൾ ലൈക്ക് എന്താ പറയുക, ഹെയർ കോംബ് ചെയ്യാനായിട്ട് അവർക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? മുടി പോകും, അല്ലെങ്കിൽ ഹെയർ ഫോൾ കൂടുന്ന പോലെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ശരിക്കും നമ്മുടെ ലൈറ്റായിട്ട് നമ്മുടെ ഹെയർ കോംബ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടേ അതിനെ സഹായിക്കത്തുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാനും പറ്റും. അപ്പോൾ ആരും ഇനി പേടിച്ചിട്ട് മുടി കോംബ് ചെയ്യാതിരിക്കേണ്ട, ലൈറ്റായിട്ട് മുടി കോംബ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കെമിക്കൽസ് എന്താ പറയുക ഹെയറിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക കളറിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സ്കാൽപ്പിൽ നിന്നും കുറച്ച് വിട്ടിട്ട് വേണം ആ ഒരു കളറിങ് ചെയ്യാനായിട്ട്, കെമിക്കൽസ് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റനിങ്, കേർലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് മുമ്പ്, അതായത് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ മാക്സിമം നമ്മുടെ തല നനയ്ക്കുമ്പോൾ എന്താ പറയുക ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് തല നനയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് മുടിക്ക് ഭയങ്കര കേടാണ്. നിങ്ങൾ എന്താ പറയുക കോൾഡ് വാട്ടർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുക. അതും അല്ലെങ്കിൽ ലൂക്ക് വാം വാട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിച്ച് തല നനയ്ക്കാൻ പാടില്ല. പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മുടെ ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറിനെ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് പ്രോട്ടീൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതിൻ്റെ ഏതെങ്കിലും ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. താങ്ക് യു.